ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മുട്ടയും ബീറ്ററും ഒന്നും ഇല്ലാതെ തന്നെ ആർക്കും നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ്. ഓവൻ ഇല്ലാതെ നമുക്കിത് ചെയ്യാം. പാനിൽ ഇത് ചെയ്തെടുക്കാൻ പറ്റും. നല്ല സിമ്പിളാണ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ആദ്യം നമ്മൾ കേക്ക് ബേക്ക് ചെയ്തെടുക്കാനുള്ള ട്രേ ഇതുപോലെ ഒന്ന് ബട്ടർ തേച്ച് കൊടുക്കുക. നമ്മളെപ്പോഴും കേക്ക് ഉണ്ടാക്കുമ്പോൾ ആദ്യം ഇത് ചെയ്ത് വെക്കണം. അതല്ലെങ്കിൽ കേക്കിൻ്റെ ബാറ്ററൊക്കെ റെഡിയാക്കിയതിന് ശേഷം ഒരുപാട് സമയം നമ്മൾ വെയിറ്റ് ചെയ്ത് വെക്കാൻ പാടില്ല. അപ്പോൾ നമുക്ക് കേക്ക് റെഡി ആയിട്ട് കിട്ടില്ല. അപ്പോൾ നമ്മൾ ഇതുപോലെ ആദ്യം തന്നെ കേക്ക് ബേക്ക് ചെയ്തെടുക്കാനുള്ള ട്രേ നന്നായിട്ടൊന്ന് ബട്ടർ തേച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇതുപോലുള്ളൊരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ കേക്കിന് വേണ്ടിയിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചു മാറ്റി വെക്കാം. ഞാനിപ്പോൾ ഇവിടെ 1.5 കപ്പ് മൈദയാണ് ഇതിലേക്ക് എടുക്കുന്നത്. 1.5 കപ്പ് മൈദ ഈ അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഒരു 3 തവണ നമ്മൾ ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കണം കേട്ടോ. അപ്പോഴാണ് നമുക്ക് കേക്ക് എല്ലായിടത്തും ഒരുപോലെ പൊങ്ങി കിട്ടുള്ളൂ. ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും എല്ലായിടത്തും ഒരുപോലെ എത്തുന്ന രീതിയിൽ ഇതുപോലെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. മൂന്ന് തവണ ഇതുപോലെ അരിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമ്മളിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ട്യൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതിൽ നിന്ന് കുറച്ച് മൈദ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഈ ട്യൂട്ടി ഫ്രൂട്ടി കേക്കിൻ്റെ താഴേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഒന്ന് കുറച്ച് മൈദ ഇട്ട് കൊടുക്കുന്നത്. കേക്കിൻ്റെ എല്ലായിടത്തും ട്യൂട്ടി ഫ്രൂട്ടി കിടക്കും ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ. ഇനി നമ്മൾ വേറൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. അധികം പുളിയില്ലാത്ത കട്ട തൈരാണ് കേട്ടോ അതിലേക്ക് ചേർക്കേണ്ടത്. നമ്മളെ കയ്യിൽ നല്ല പുളിയുള്ള തൈരാണുള്ളതെന്നുണ്ടെങ്കിൽ അതിലേക്ക് കുറച്ച് പാലൊഴിച്ചിട്ട് 1/2 കപ്പാക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ തൈരും അതുപോലെ എല്ലാ ഇൻഗ്രീഡിയൻസും എടുക്കുന്നത് റൂം ടെമ്പറേച്ചറുള്ളതായിരിക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് പഞ്ചസാര നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുമ്പം അത് 1 കപ്പ് ഉണ്ടാവും. പൊടിച്ച പഞ്ചസാര ആയതുകൊണ്ട് തന്നെ ഈ തൈരിലേക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് യോജിച്ച് കിട്ടും. നമ്മളിതുപോലെ ഒന്ന് തൊട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിൽ തരിയൊന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നമ്മളിതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കാം. 1/4 കപ്പും പിന്നെ 1 ടേബിൾ സ്പൂണും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഈ ഓയിൽ ഇതിൽ നന്നായിട്ടൊന്ന് മിക്സ് ആകുന്നവരെ നമ്മളിതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വനില എസൻസ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇനി നമ്മളിതിലേക്ക് 1/2 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് ഞാനിപ്പോൾ ഇവിടെ മാറ്റി വെക്കുന്നുണ്ട്. നമുക്ക് ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി. പൊടി ഇട്ടതിന് ശേഷം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മാംഗോ എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മാംഗോ എസൻസ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ അരിച്ച് മാറ്റി വെച്ച പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം പകുതി ചേർക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ബാക്കി പകുതിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ബാക്കി പകുതിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതുപോലൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇനി നമ്മൾ നോക്കിയിട്ട് ഇതിലേക്ക് കുറച്ചുകൂടെ പാൽ ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ പാലെടുക്കുമ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള പാലെടുക്കണം കേട്ടോ. നമ്മൾ മാറ്റി വെച്ച 1/4 കപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് കുറച്ച് ഫുഡ് കളർ ചേർക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഓറഞ്ച് യെല്ലോ ഫുഡ് കളറാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തത്. ഇപ്പോൾ ഇത് കണ്ടോ, ഈ ഒരു രീതിയിൽ കിട്ടുന്നവരെയാണ് നമ്മളിതിലേക്ക് പാലൊഴിച്ച് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ ഇതിലേക്ക് 1/4 കപ്പ് പാലാണ് ചേർത്ത് കൊടുത്തത്. 1/2 കപ്പ് പാല് ചേർത്തതിന് ശേഷം ബാക്കി ഒഴിക്കുന്ന പാല് നമ്മൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ. 1/2 കപ്പ് പ്ലസ് 3 ടേബിൾ സ്പൂണൊക്കെ മതിയാകും. ചിലപ്പോൾ പൊടിക്കനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ നോക്കിയിട്ട് ചേർക്കാം. ഇനി ഇതിലേക്ക് ടൂട്ടി ഫ്രൂട്ടി ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ പൊടിയിട്ട് വെച്ച ടൂട്ടി ഫ്രൂട്ടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് പാനിലും വേണമെങ്കിൽ ചെയ്യാം. പാനിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഒരു തവ വെച്ച് ചൂടാക്കിയതിന് ശേഷം നമുക്ക് കേക്ക് റെഡിയാക്കി എടുക്കാനുള്ള പാനിലേക്ക് കുറച്ച് ഓയിൽ, 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് എല്ലായിടത്തുനിന്നും എത്തുന്ന രീതിയിൽ ഒന്ന് തിരിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ ആ പാനൊന്ന് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ഈ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ആദ്യത്തെ 2 മിനിറ്റ്
മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് 45 മിനിറ്റ് ബേക്ക് ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ ഇതിവിടെ ഓവനിലാണ് ചെയ്തെടുക്കുന്നത്. ഓവൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യാം. ഇനി നമ്മൾ ഈ ബാറ്റർ ഈ ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ബാറ്റർ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം കുറേ സമയം നമ്മൾ വെക്കാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ ട്രേ നന്നായിട്ട് ഗ്രീസ് ചെയ്ത് വെക്കുന്നത്. ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിലെ എയർ ബബിൾസൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിൻ്റെ മേലെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അതുപോലെ ചെയ്യുന്നത്. ഇനി നമ്മൾ ഓവൻ ഒന്ന് 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം 160 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ ഒരു 30-35 മിനിറ്റ് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. ഇപ്പം നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമുക്കിത് പാനിൽ നിന്ന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. കേക്ക് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രം ഇത് കട്ട് ചെയ്തെടുക്കാം. ഇത് നമുക്ക് ചായയുടെ കൂടെയൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ് കേട്ടോ. ആർക്കും നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. എഗ്ഗും ബീറ്ററും ഓവനും ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ കേക്കാണ്. അപ്പോൾ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്